കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ. ആവിലിക്ക് സമീപം ഫോണ്ടി ബെയർ എന്ന സ്ഥലത്ത് 1542 ജോൺ ജനിച്ചു. 3 കുട്ടികൾ ജനിച്ച ശേഷം പിതാവ് മരിച്ചുപോയി. അമ്മ നിരാലംബയായി മെഡിസിനിയിൽ താമസമാക്കി. 21-ാമത്തെ വയസ്സിൽ ദൈവമാതാവുള്ള ഭക്തിയാൽ പ്രചോദിതനായി മെഡിസിനിയിലെ കർമ്മലിത്ത ആശ്രമത്തിൽ ഒരൽമായ സഹോദരനായി ചേർന്നു. ഉപവാസവും രോമച്ചട്ടയും അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പുകളായിരുന്നു. അധികാരികൾ ജോണിൻ്റെ പഠന സാമർഥ്യവും പുണ്യവും കണ്ട് 1567 അദ്ദേഹത്തിന് പട്ടം നൽകി. കർത്തൂസിയൻ സഭയിൽ പോകാൻ ആഗ്രഹിച്ചെങ്കിലും വലിയ ത്രേസ്യ പുണ്യവതി അദ്ദേഹത്തോട് കർമ്മലിത്ത സഭ നവീകരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം കർമ്മലിത്ത നിഷ്പാദക സഭയുടെ ആദ്യത്തെ പ്രിയോരായി. മുതിർന്ന സന്യാസികൾ അദ്ദേഹത്തിൻ്റെ നവീകരണത്തെ എതിർത്തു. ഒരു പാഷാണ്ഡിയായിട്ടാണ് അവർ അദ്ദേഹത്തെ വീക്ഷിച്ചത്. തൽഫലമായി 9 മാസം കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു. തൻ്റെ മുറിയിൽ താനും ദൈവവുമായി 27 ദിവസങ്ങൾ തള്ളി നീക്കി. സഹനങ്ങളോട് ഞാൻ സ്നേഹം പ്രദർശിപ്പിക്കുന്നെങ്കിൽ വിസ്മയിക്കേണ്ട എന്നാണ് ജയിലിൽ നിന്നും പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഹനങ്ങൾക്ക് എന്ത് സമ്മാനമാണ് വേണമെന്ന് ഈശോ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു, സഹിക്കുകയും അങ്ങേപ്രതി നിന്ദിക്കുകയും അല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട എന്ന്. കർമ്മല മലകയറ്റം, ആധ്യാത്മിക കീർത്തനം, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്നീ അദ്ദേഹത്തിൻ്റെ 3 ഗ്രന്ഥങ്ങളും ദൈവവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. 49-ാമത്തെ വയസ്സിൽ ഡിസംബർ 14-ാം തീയതി അദ്ദേഹം ഈഹലോകവാസം വെടിഞ്ഞു. ബെനഡിക്ട് 13 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കുരിശുകളെ സഹിക്കാൻ വേണ്ട ശക്തിക്ക് വേണ്ടി വിശുദ്ധരോട് പ്രാർത്ഥിക്കാം.